المعبود بكل مكان لا إله إلا الله المعروف بكل حسان لا إله إلا الله المذكور بكل لسان لا إله إلا الله كل يوم هو في شأن لا إله إلا الله الأمان الأمان من زوال الإيمان ومن ظلم السلطان ومن شر الشيطان يا قديم الإحسان പടിപ്പറഞ്ഞാൽ തിരുകില്ല ദീർഘം പരനെ അതല്ലേ നിന്റെ പുണ്യ സ്വർഗം തന്നെ റബ്ബേ കാണുവാനായിട്ട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസ്താമന്നാനെ അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ ആരോഗ്യമേറ്റി തരണമേ നീ മന്നവാ പറയല്ല നീ എന്നോട് പോടാ പിന്നവാ വന്നെത്തി ഞങ്ങൾ പല വീട്ടിൽ നിന്നും ദുആഇനായി നൽകിടണേ ഞങ്ങളിൽ നീ അത് മഖ്ബൂലതായി ഒരുമിച്ച് കൂട്ട് ഞങ്ങളെ നീ മന്നവാ നാളെ നിന്റെ സ്വർഗലോകം തന്നിലായി നഫസീൽ ഹൈ നഫസീൽ ഹൈ നമഹൽ സറാ तेरा फर्ज है वही बोरिया സ്തുതികൾ അഖിലവും നിനക്കാണ് തമ്പുരാനെ സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ താരാപദങ്ങളെ മാമലകളെ സമതലങ്ങളെ ആറുകളെ പുഴകളെ ജലാശയങ്ങളെ പടച്ച അല്ലാഹുവേ ലക്കൽ ഹംദു വലക്കശ് ശുക്റു യാ അല്ലാഹ് ഞങ്ങളുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനെ കരളിന്റെ കൃഷ്ണമേ മദീന മുനവ്വറയിൽ ഈ രാത്രിയിലും പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന മസ്ജിദുൻ നബവിയുടെ വലത്ത് കിഴക്കേ മൂലയിലെ ഖുബ്ബത്തുൽ ഖദറാ ഖുബ്ബത്തുൽ ഖദറാഇന്റെ താഴെ ഈ സദസ്സ് കാണുന്ന നൂറേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അവിടുത്തെ മേൽ നിന്റെ കൃപാകടാക്ഷം ഓശാരമായി ചൊരിയണമേ അല്ലാഹ്. വളരെ മനോഹരമായ ഈ രാത്രിയിൽ അഭിവന്ദരായ സമസ്ത
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യരായ സാരഥികളുടെ സായുജ്യ സാരഥ്യത്തിൽ കർണാടക സംസ്ഥാനത്തിലെ ഗഡിയാർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വരാനും ഊഷ്മളമായ നിങ്ങളുടെ ഈ സ്നേഹത്തിൻ്റെ ഇടപെടലുകൾ കാണാനും ഒക്കെ സാഹചര്യമൊരുക്കിയ ഞാൻ അറിയുന്നതും അറിയാത്തതുമായ പ്രപഞ്ചത്തിലെ എല്ലാ കാരണങ്ങൾക്കും നന്ദി പറയുകയാണ്. എന്തൊരു സന്തോഷദായകമായ മുഹൂർത്തത്തിനാണ് ഈ ഗ്രാമം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ ഒട്ടേറെ കിലോമീറ്ററുകൾക്കകലെയുള്ള ആലപ്പുഴയിൽ അറബിക്കടലിൻ്റെ ഓരത്ത് 90-ാം വാർഷിക മഹാസമ്മേളനത്തിനൊരുങ്ങുമ്പോൾ കർണാടകയിലെ ഇത്തരമൊരു പ്രദേശത്ത് പോലും എത്രമേൽ വലിയ ആഹ്ലാദവും ആഘോഷവും ആത്മഭാവത്തോടെ നിറയുന്നത് കാണുമ്പോൾ അള്ളാഹുവിനെ വീണ്ടും വീണ്ടും സ്തുതിക്കാൻ തോന്നുന്നു. അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു വലക ശുക്ർ യാ അല്ലാഹ്. വേദിയിലിരിക്കുന്ന അഭിവന്ദരായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ, ഇവിടെ പതാക ഉയർത്തിയ ജനാബ് അഹമ്മദ് പൂക്കോയ തങ്ങൾ പുത്തൂർ, ഇവിടെ നേരത്തെ ക്ഷണിച്ച സഹോദരൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് വിജുഗീശുക്കൾ, നിങ്ങളാണ് മഹോന്നതർ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ഇസ്ലാമിന്റെ കടന്നുപോയ 14 നൂറ്റാണ്ടുകളുടെ ചരിത്രങ്ങളിൽ മഹാപ്രകാശം പോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രപഞ്ചത്തിൽ വ്യതിജീവനം നേടിയത്, വിജയഗാഥയായി മുഴങ്ങി നിന്നത് മുഅ്മിനീങ്ങളായിരുന്നു അവർ എന്നതുകൊണ്ടാണ്. വർത്തമാനകാലത്തെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ അവഗണിക്കപ്പെടുന്നെങ്കിൽ, അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നതെങ്കിൽ, ശാരീരികമായി പീഡനങ്ങൾക്ക് വിധേയമാകുന്നെങ്കിൽ, സാംസ്കാരികമായി നമ്മൾ തകർച്ച നേരിടുന്നുവെങ്കിൽ ഒരേ ഒരു കാരണമാ മുഅ്മിൻ എന്ന ക്വാളിറ്റിയിൽ നിന്ന്, മുഅ്മിൻ എന്ന യോഗ്യതയിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറിപ്പോയത് കൊണ്ടാണ്. അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ കയ്യിലല്ലായിരുന്നോ ലോകത്തിന്റെ ഗതിവിഗതികളിൽ? സ്പെയിൻ നിങ്ങൾ കേട്ടിട്ടില്ലേ സഹോദരന്മാരെ? ഒരുപക്ഷേ ഈ ഗഡിയാറിലെ യുവാക്കൾക്കറിയാം സ്പെയിൻ. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിൽ റണ്ണറപ്പായത് സ്പെയിൻ ആയതുകൊണ്ട്. അതല്ലാതെ ഒരു സ്പെയിൻ ഉണ്ടായിരുന്നു 16-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ വിശ്രുതരായ പണ്ഡിതന്മാരെ ലോകത്തിന് സമ്മാനിച്ച സ്പെയിൻ. കർദോവ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയെ ലോകത്തിന് സമ്മാനിച്ച സ്പെയിൻ. അൽബിറൂനിയെ, ഇബ്നു ഹിബ്ബാനെ, അൽജിബ്രയെ, ഇങ്ങനെയൊക്കെയുള്ള പണ്ഡിതന്മാരെയും അവസ്ഥകളെയും ലോകത്തിന് സമ്മാനിച്ച പ്രതാപത്തിന്റെ ഒരു ഭൂതകാലം കഴിഞ്ഞുപോയി സഹോദരങ്ങളെ. ബാഗ്ദാദിൽ നിറഞ്ഞു നിന്നത് നമ്മുടെ സംസ്കാരമായിരുന്നു. സമർഖന്ദിൽ നിറഞ്ഞു നിന്നത് നമ്മുടെ സംസ്കാരമായിരുന്നു. സോവിയറ്റ് റഷ്യയിലെ ബുഖാറയിൽ നിറഞ്ഞു നിന്നത് നമ്മളായിരുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ പോയി? 1.5 ലക്ഷം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്ന കർദോവ യൂണിവേഴ്സിറ്റി എവിടെ? മുസ്ലിം സ്പെയിൻ എവിടെ? തകർന്നു പോയില്ലയോ? ഒരേ ഒരു ക്വാളിറ്റി, ഒരു യോഗ്യതയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോയതാ. മുഅ്മിൻ എന്നതിൽ നമ്മൾ ഒഴിഞ്ഞു പോയതാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്,
തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അവൻ്റെ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുക. ആ രണ്ട് വിശ്വാസ ആദർശങ്ങൾക്ക് വേണ്ടി ആത്മസമർപ്പണം ചെയ്യുക. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും. ദാലിക്കും ഖൈറുൽ ലക്കും, നിങ്ങൾക്കതാണ് ഖൈർ. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും വിശ്വസിക്കല. ഹബീബിങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ എങ്ങനെയാണ് വിശ്വസിച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ പലപ്പോഴും നമ്മൾ പേടിച്ചിട്ടേ ഉള്ളൂ, ഭയപ്പെട്ടിട്ടേ ഉള്ളൂ. അള്ളാഹുവിനെ സ്നേഹിക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് മുഅ്മിൻ എന്ന ക്വാളിറ്റിയിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോകാനുണ്ടായ ഒരു കാരണം. വയലായ വയലിൽ മുഴുവൻ മരണമല്ലേ, ഖബറല്ലേ, മഹ്ശറയല്ലേ, ലോകാവസാനമല്ലേ, നരകമല്ലേ, അദാബല്ലേ, വർണ്ണിക്കുന്നത് മുഴുവൻ അതാണ്. അത് പറഞ്ഞാൽ എന്താ കാര്യം എന്നറിയോ? അത് പറഞ്ഞാൽ നിങ്ങൾക്കറിയും അല്ലേ? ഖബർ കേട്ടാൽ നമ്മൾ കരയും, കരഞ്ഞാൽ നിങ്ങൾ സംഭാവന തരുന്നത് കൂടും. ദാറ്റ്സ് എ സൈക്കോളജി. അതാണ് അതിൻ്റെ പിന്നിലുള്ളൊരു സൈക്കോളജി. ഞാനത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. മരണവും ഖബറൊക്കെ പറയണം. ചിലപ്പോൾ ഇവിടുത്തെ വിഷയവും അത് തന്നെയായിരിക്കും, എൻ്റെ വിഷയമല്ല. ഏത് വാഴലിനും ഈ 5 വിഷയമാണ്. ഇത് കേരളത്തിലേക്ക് ഒരു ട്രെൻഡാണ്. മരണവും ലോകാവസാനം മഹ്ശറയും നരകമൊക്കെ. അത് പറഞ്ഞാൽ ആളുകൾക്കറിയും. നാളത്തെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, പ്രസംഗത്തിൻ്റെ ഫീഡ്ബാക്കിൽ നിങ്ങൾ പറയും ഗംഭീര പ്രസംഗമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനോടുകൂടെ അള്ളാഹയെ സ്നേഹിക്കുകയായിരുന്നു. ഖൽബുൽ മുഅ്മിൻ ബൈനൽ ഖൗഫി വറജാ. ഒരു മുഅ്മിനിന്റെ ഹൃദയം ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും മധ്യയാണ്, ഇടയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ എപ്പോഴെങ്കിലും അള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ടോ ഹബീബിങ്ങളെ? നമ്മൾ അള്ളാഹിനെ പേടിച്ചിട്ടേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചു. നമ്മൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. പേടി കൂടുതലാ. പേടിച്ചിട്ട് ആൾക്കാർ പള്ളിയിലേക്ക് തന്നെ പോകാതെയായി അല്ലേ? ഭയങ്കര പേടിയാണ്. മഹാനായ മണ്ണാർക്കാട്ട് അമ്പംകുന്നിന്റെ അടിവാരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഒരു വലിയുണ്ട്, ബീരാൻ വലിയുള്ള. അദ്ദേഹം തൃശ്ശൂരിലെ ചാവക്കാട്ട് കടപ്പുറത്ത് വന്നിട്ട്, തിരയടിക്കുന്ന കടൽപ്പുറത്ത് വന്നിട്ട് തിരമാലകളെ നോക്കിയിട്ട് ഒരു പാട്ടുപാടാറുണ്ട്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. പാടിക്കോളൂ. മാഫി ഖൽബി ഗൈറുല്ലാഹ്. ബാക്കി പാടിയത് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്. ബാക്കി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പാടിയത് അങ്ങനെയല്ല. കടലും തിരയും ഇല്ലല്ലാഹ്. അങ്ങനെയാണ് ബീരാൻ വലിയുള്ള പാടിയത്. ഏതെങ്കിലും ഹരിതാപമായ പ്രദേശത്തു കൂടെ നടന്നു പോകുമ്പോ തെങ്ങിൻ തോപ്പ് കണ്ടാല്, കഴുങ്ങൻ തോപ്പ് കണ്ടാല് അവിടെ നിന്ന് പാടുമത്രേ, ചൊല്ലിക്കൊള്ളൂ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ്. ചൊല്ലിന്ന് ഞാൻ എൻ്റെ ശബ്ദം തീരെ പോയിട്ടാണ് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്കെന്താ പാടത്തരം മടി? സാധാരണ പ്രസംഗം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ തരിപ്പിക്കലാണ് നിങ്ങളെ. അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഹബീബിങ്ങളെ. എന്നേക്കാൾ വലിയ ആലിമ്യങ്ങൾ ഈ സദസ്സിലുണ്ട്, സ്റ്റേജിലുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയാം.
പിന്നെ സ്റ്റേജ് കുറച്ച് ഉയരത്തിലായതുകൊണ്ട് നമ്മൾ ഉയരത്തിൽ നിന്നുള്ളൂ. തടി കുറവായതുകൊണ്ട് കോട്ടിട്ടിരുന്നല്ലോ. ഞാനും നിങ്ങളും വ്യത്യാസമൊന്നുമില്ല. ഞാൻ എൻ്റെ SKSFിൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഫ്രണ്ട്ലി ആയി ഇൻട്രാക്ട് ചെയ്യേ. അതുകൊണ്ട് ഞാൻ മാത്രം പ്രസംഗിച്ചാൽ പോരാ, നിങ്ങൾ ഇടപെടണം. മരങ്ങളെ കണ്ടാൽ അവിടുന്ന് പാടും, തെങ്ങും തോപ്പ് ഇല്ലല്ലാ. ഇങ്ങനെയാണ് ഏതെങ്കിലും വീട്ടിലിരിക്കവേ വീടിന്റെ മുറ്റത്തുകൂടെ കോഴിയും കുഞ്ഞുങ്ങളും നടന്നു പോകുന്നത് കണ്ടാൽ അവിടുന്ന് പറയും, അസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ കോഴിയും മക്കളും ഇല്ലല്ലാ. മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം എടുത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്യരുത്. അപ്പോൾ നാളെ കർണാടക മൊത്തം വിവാദമാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. എന്താ കാരണം? അയാൾ വന്ന് പ്രസംഗിച്ചത് കോഴിയും മക്കളും ഇല്ലല്ല എന്നാണ്. അങ്ങനെ ഒരു തൗഹീദുണ്ടോ? മുമ്പും ഉണ്ടാവില്ല, ശേഷം ഉണ്ടാവില്ല, അല്ലേ? അതുകൊണ്ട് അഥവാ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മൊത്തം വിടണേ, പകുതിയായി വിടരുത്. വന്നതുപോലെ തിരിച്ചു പോകണം. എന്താണ് ഹബീബേ അവര് പറഞ്ഞത്? സ്നേഹത്തിന്റെ അവാച്യമായ അനുഭൂതിയുടെ ആകാശപ്പരപ്പിൽ കയറിയപ്പോ അല്ലാഹുവല്ലാതെ മറ്റൊരസ്തിത്വമില്ലെന്ന് അവർ ആലോചന ചെയ്തു. നമ്മളെവിടെ അല്ലാഹനെ സ്നേഹിച്ചത്? അതുകൊണ്ടാണ് അവർ ദർവേശുകളായി പാടിയത്, ഖിയാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമി വമത്വാക ഫീ ഖൽബി ഫഅയ്ന തഗീബു ഖിയാലുക ഫീ ഐനി. റബ്ബേ, എൻ്റെ കണ്ണിൽ നീയാ, വദിക്റുക ഫീ ഫമി, എൻ്റെ ചുണ്ടിൽ നിന്റെ ദിക്റാ, വമത്വാക ഫീ ഖൽബി ഫഅയ്ന തഗീബു, നെഞ്ചിനുള്ളിൽ നീയാ. അത് പറയാറുള്ളത് കൊല്ലം ഷാഫിയുടെ പാട്ട് കേട്ടിട്ട് കേരളത്തിലെ പെണ്ണുങ്ങളാണ്. നെഞ്ചിനുള്ളിൽ നീയാ. കർണാടകയിൽ അങ്ങനെ ഞാൻ പറയണ മലയാളം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സിദ്ദീഖ് വൈസിയോട് ചോദിച്ചു, കർണാടക എഴുത്തരാ. മുമ്പ് എഴുത്തന്നിട്ടില്ല. എന്നാ കൈ ഇങ്ങനെ പിടിക്കില്ലാരും, ഇങ്ങനെ പിടിക്കും. നീ ഉറക്കൊരാമ്യം പറയും. അത്രയൊന്നും ശബ്ദത്തിൽ പറയാം. ഒന്നുകൂടി ഉറക്കെ പറയും. ഞാൻ നിങ്ങളൊരു എക്സാം ചെയ്യുക, ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? ഒന്നുകൂടി ഉറക്കാമ്യം പറയും. അല്ലാഹുവേ, ഇവിടെ ആരും പിടിക്കണ്ടിട്ട് ഇവർ ശ്രദ്ധിക്കണ്ടൊക്കെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ഓ, ഭയങ്കര ശ്രദ്ധയുണ്ട്. ചിലർക്ക് കത്തിയിട്ടില്ല. എന്താന്ന് തന്നെ ചിലർക്ക് മനസ്സിലായില്ല. ഹബീബിങ്ങളെ മരിച്ചുപോയവർക്ക് എന്ത് ദീർഘായുസ? ഇതാണ് ഇവിടെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് വേണം. അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇരിക്കുന്നത്. ഇതാണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ അങ്ങോട്ട് തരിക്കുക, എന്നിട്ട് അങ്ങോട്ട് പോവുക. അതാണ് പരിപാടി. ഇന്ന് അങ്ങനെ അങ്ങോട്ട് തരിച്ചു പോകണ്ട. ഞാൻ 350 കിലോമീറ്റർ ഓടി വന്നിട്ട് ഞാൻ നന്നാകണം, ആർക്കെങ്കിലും ഒരു നന്മയുടെ വെട്ടം കിട്ടും. അള്ളാഹു മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ചിലർക്കൊന്നും മനസ്സിലായില്ല എന്താ ദുആ എന്ന്. പോകുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. കണ്ട, ഇനി കുടുങ്ങരുത്. എന്റെ കണ്ണിൽ നീയാണ് തമ്പുരാനെ. എന്റെ ചുണ്ടിൽ നിന്റെ മന്ത്രമാണ് അല്ലാഹുവേ. പിന്നെ എവിടെ പോയി മറയാനാ? കണ്ണിലും നെഞ്ചിലും ചുണ്ടിലും നീയാ. അള്ളാഹുവിനെ സ്നേഹിച്ചപ്പോൾ അതാണ് അള്ളാഹുവിനെ വിശ്വസിക്കുക. മുഅ്മിനാകുന്നതിൻ്റെ ഒരു ക്വാളിറ്റി അതാണ്, അല്ലേ? നമ്മൾ പേടിച്ച് നമ്മുടെ കണ്ണിൽ അള്ള ഉണ്ടോ? അള്ള ഉണ്ടെങ്കിൽ നമ്മൾ മഗ്‌രിബ് കഴിഞ്ഞാൽ സീരിയൽ തുറക്കോ? ഹബീബിങ്ങളെ, ഇവിടെ ഉണ്ട് ചന്ദനമഴി അമ്മ മനസ്സൊക്കെ ഇവിടെയും കാണുന്നുണ്ടോ? ഉണ്ടോ? മിണ്ടില്ല. കാണുന്നുണ്ടോ? അല്ല, ഇവിടെ കർണാടക സീരിയലാണോ? എന്നാ അതിൻ്റെ പേരെനിക്കറിയില്ല.
എന്നിട്ട് നമ്മൾ അള്ളാന്റെ ആൾക്കാരാ, വഅദ് കേൾക്കും, പറയും, നിസ്കരിക്കും, നോമ്പ് നോൽക്കും. പക്ഷെ മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പരിപാടി? സീരിയൽ കാണും അല്ലേ? കേരളത്തിലൊക്കെ ഒരു 40 കൊല്ലം മുമ്പേ ചിലപ്പോൾ ഇവിടെയും ഒരു സന്ധ്യക്ക് മഗ്‌രിബിന്റെ നേരത്തെ ഇതിൽ നടന്നു പോകുമ്പോൾ, ഈ ഗഡിയാറിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിം വീടുകളുടെ ഉള്ളിൽ നിന്ന് കേൾക്കുമായിരുന്നു, ബാക്കി പാടി അപ്പൊ ഇവിടെ ഉണ്ടില്ലേ, ദഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നരം ലഈനവൻ നാട്ടുവാൽ, ബദരിങ്ങളാൽ തുണറബ്ബന. അങ്ങനെ പാടിയിരുന്ന ഒരു ഭൂതകാലം കഴിഞ്ഞു പോയില്ലയോ? ബിസ്മിയും ഹംദും സലാത്തും നൽസലാമു മോദി ബില്ലിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ എന്ന് പാടിയ കാലം എവിടെ പോയില്ലേ പ്രിയപ്പെട്ടവരെ? ഭൂതകാലത്തെ നന്മകൾ പോയില്ലയോ? പക്ഷേ ബറക്കത്ത് പോയി. അന്ന് സമ്പത്തില്ല, അന്ന് ഭക്ഷണം കഴിക്കാനില്ല, നല്ലൊരു ബിരിയാണി ഇല്ല, ആഹ്ലാദ ആരവങ്ങളില്ല, വീടിന് ചോരാത്ത വീടുകളില്ല. ഈ ഗഡിയാറിൽ പട്ടിണിയുടെ 30 കൊല്ലം മുമ്പെയുള്ള ഭൂതകാലം ഓർത്തു നോക്കൂ ചെറുപ്പക്കാരാ, ന്യൂ ജനറേഷന്റെ സഹോദരങ്ങളെ. വെല്ലിപ്പയോട് ചോദിച്ചു നോക്ക്, മുളയുടെ പൂവ് കൊണ്ടുവന്നിട്ട് കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ട് പൊന്നുമോനെ, തകരയുടെ ഇല കൊണ്ടുവന്നിട്ട് കറി വെച്ച് കടിച്ചിട്ടുണ്ട് പൊന്നുമോനെ, മക്കൾക്ക് പറ്റൂരി കൊടുത്തിട്ട് കഞ്ഞിവെള്ളം ഊറ്റി കുടിച്ചിട്ട് പച്ചമുളക് ഉപ്പിൽ കൂട്ടി കടിച്ചിട്ട് പൈതാഹമകറ്റിയ, പട്ടിണി അകറ്റിയ ദാരിദ്ര്യത്തിന്റെ ഒരു കാലം ഈ നാടിന് കഴിഞ്ഞു പോയിട്ടില്ലേ? ആരൊക്കെയോ ഗൾഫിൽ പോയിട്ട്, ആരൊക്കെയോ നല്ല ജോലി നേടിയിട്ട് സമ്പത്ത് വന്നില്ലയോ? പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരാവറേജ് നിലവാരത്തിലേക്ക് കർണാടകയിലെ ഗഡിയാറുകാര് നിങ്ങൾ എത്തിപ്പെട്ടില്ലയോ? പക്ഷേ പഴയ നന്മ എവിടെ? അന്നത്തെ ഐശ്വര്യം എവിടെ? അന്നത്തെ ബർക്കത്ത് എവിടെ? അന്ന് കിടന്നുറങ്ങുമ്പോ സമാധാനമുണ്ടായിരുന്നില്ലയോ? ശാന്തി ഉണ്ടായിരുന്നില്ലയോ? പക്ഷെ ഇന്നവിടെ എല്ലാവർക്കും ടെൻഷനാണ്, എല്ലാവർക്കും പ്രയാസമാണ്. നമ്മുടെ ചുണ്ടില് അല്ലാഹുവിന്റെ ദിക്റല്ല, വദിക്റുക ഫീ ഫമീ, അല്ലാഹുവിന്റെ ദിക്റല്ല നമ്മുടെ ചുണ്ടിലുള്ളത്. നമ്മുടെ കണ്ണുകളിൽ അല്ലാഹുവിനെയല്ല നമ്മൾ കാണുന്നത്, മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അല്ലേ? വമത്വാക ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിലാണ് നിന്റെ മടക്കം, എൻ്റെ ഹൃദയത്തിലാണ് നീയുള്ളത്. ഫൈന തഗീബൂ, പിന്നെ നീ എവിടെ പോയി മറയാനാ? ഇത് ഒരു കാമുകൻ കാമുകിയോട് പറയുന്ന വാചകമല്ലയോ? ഗഡിയാറിലെ യുവാക്കളെ, നിങ്ങളൊരാളെ പ്രണയിക്കുന്നുവെങ്കിൽ അങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്ക്. കാണുന്ന കാഴ്ചകൾ മുഴുവൻ അവളുടെ മുഖമല്ലയോ? കേൾക്കുന്നത് മുഴുവൻ അവളുടെ ശബ്ദമല്ലയോ? നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ മോണിറ്ററിൽ അവളുടെ ഫോട്ടോയല്ലയോ? ഫൈന തഗീബൂ, എവിടെ പോയി മറയാനാ? അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അള്ളാഹുവിനെ പ്രണയിക്കുകയായിരുന്നു. നമ്മൾ അള്ളാഹുവിനെ പേടിക്കുകയാണ്. ഖബറിനെ പേടിയ, നരകത്തെ പേടിയ, ഹിസാബിനെ പേടിയ, പക്ഷെ ഒരിക്കലും അള്ളാഹിനെ സ്നേഹിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ പേടിച്ചിട്ടും നമ്മൾ ഈബത്തും നമീമത്തും പറയുന്നതിൽ ഒരു കുറവില്ലല്ലോ അല്ലേ? ഇപ്പൊ ഇവിടെ 2 നില വീടുണ്ടാക്കട്ടെ ഗഡിയാറിൽ. ഇവിടെ ഗൾഫുകാരുണ്ടോ? ഉണ്ടാ? ഒരു 2 നില വീടുണ്ടാക്കട്ടെ. അപ്പോൾ ആ വീട് ഉയരുമ്പോൾ കല്യാണ സദസ്സിൽ നമ്മുടെ ഈ ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് ഒക്കെ ഇരുന്നിട്ട് നമ്മൾ കമന്റ് ചെയ്യും. അറിഞ്ഞില്ലേ, നമ്മുടെ റഷീദിന്റെ വീട് അറബിയുടെ കട്ടുകൊടുന്നതാണെന്നാണ് പറയുന്നത്, കേൾക്കുന്നത്. അള്ളാഹ് കേൾക്കുന്നു കരുതി പതുക്കെയാ പറയുന്നത് അല്ലേ? അള്ളാന്റെ അറബിയുടെ കട്ടുകൊടുന്നിട്ടാന്നാ പറയുന്നത്. എന്നിട്ട് ഇവൻ ഇത് പറഞ്ഞിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കരിക്കുകയാണ്. കണ്ടോ, ആരാധനകൾ നമ്മിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല.
എത്ര പ്രസംഗങ്ങളാ, എത്ര വഴുതുകളാ, എത്ര സീഡികളാ. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരും കൊടുത്തിട്ടുണ്ട് കുറേ കാസറ്റ്, ഒരു പുസ്തകമൊക്കെ. മറ്റേ നിങ്ങൾ പോകുമ്പോൾ വാങ്ങിക്കോ. എത്ര സെമിനാറുകളാ, എത്ര ക്യാമ്പയിനുകളാ, എത്ര സമ്മേളനങ്ങളാ. 5ാം ക്ലാസ് മുതൽ 5 വയസ്സ് മുതൽ പ്രാഥമിക മദ്രസ പാഠശാലയിൽ പോയി ദീനി ഉലൂം പഠിച്ചിട്ട് മരണം വരെ പഠിക്കുന്ന ഒരു സമുദായം മുസ്ലിങ്ങളല്ലേ? ഗഡിയാറിലെ ഹിന്ദു സഹോദരങ്ങളോട് ചോദിക്ക്, അവർ വേദം പഠിക്കാൻ മദ്രസയിൽ പോകുന്നില്ല, സെമിനാറുകളില്ല, ചർച്ചകളില്ല, സിംപോസിയങ്ങളില്ല, സമ്മേളനങ്ങളില്ല, സീഡികളില്ല, പുസ്തകങ്ങളില്ല, മാഗസിൻസ് ഇല്ല, വീക്കിലികളില്ല, മജ്ലിസുകളില്ല. ക്രിസ്ത്യാനികളോട് ചോദിച്ചു നോക്ക്. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ട്, 1 മാസം നിങ്ങൾ കണക്ക് കൂട്ടും. ഇന്ന് 2016 ജനുവരി 24-ാം തീയതിയാണ് അല്ലേ? ഇവിടെ 23-ആണ്. അടുത്ത ഫെബ്രുവരി 23-ാം തീയതി വരെ നിങ്ങൾ കണക്ക് കൂട്ടും ഡയറിയിൽ. നാളത്തെ പത്രം വായിച്ചിട്ട് ഒരു തിന്മ കണ്ടാൽ, എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തിയുടെ റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾ എഴുതി വെക്ക്. മുസ്ലിമാണെങ്കിൽ അവന്റെ നമ്പർ, ഹിന്ദു ആണെങ്കിൽ അവന്റെ എണ്ണം എഴുതി വെക്ക്. അതേ 2016 ഫെബ്രുവരി 23-ാം തീയതി കൃത്യം 1 മാസം കഴിഞ്ഞിട്ട് ഈ ഗഡിയാറിൽ നിന്ന് നിങ്ങളൊന്ന് കണക്ക് നോക്കിക്കോ. 5 വയസ്സ് മുതൽ മദ്രസയിൽ പോയ, സെമിനാറിന് പോയ, ക്ലാസ്സിന് പോയ, വയല് കേട്ട, സീഡിയുള്ള, അതേ പുസ്തകങ്ങൾ വായിച്ച, സമ്മേളനങ്ങൾക്ക് സംഘടിപ്പിച്ച നമ്മളാണ് മുഅ്മിനീങ്ങളെ. കൂടുതൽ ആളുകൾ നമ്മളാണ്. 75 മുസ്ലിമാണെങ്കിൽ 40 ഹിന്ദുവാണ്, 30 താഴെയാണ് ക്രിസ്ത്യാനികൾ വരുന്നത്. എന്തുകൊണ്ടാ ഇത്രയേറെ മതം പഠിച്ച് നമ്മളെന്താ തിന്മയുടെ മുമ്പിൽ നിൽക്കാൻ കാരണം? നമ്മൾ അല്ലാഹനെ പേടിച്ചിട്ടേ ഉള്ളൂ, നമ്മൾ അല്ലാഹനെ പ്രണയിച്ചിട്ടില്ല. നമ്മൾ തെറ്റ് ചെയ്യാൻ കാരണം സ്നേഹിക്കുന്ന അല്ലാഹ് ഖൽബിലില്ല. നമ്മൾ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ ഖൽബിലില്ല. മദീനയിലാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് ഹബീബിങ്ങളെ അല്ലാഹുവിനെ സ്നേഹിക്കണം. ഹബീബായ റസൂലുള്ളാഹി പറയുകയുണ്ടായി, സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ. ഈമാനിനൊരു രുചിയുണ്ട്. മുഅ്മിനാകുമ്പോൾ ഒരു രുചി കിട്ടും ഹബീബിങ്ങളെ. 3 ആളുകൾക്കേ ലഭിക്കുകയുള്ളൂ. ഒന്ന് അല്ലാഹു റസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനെയും റസൂലിനെയും മതമ്യമായി സ്നേഹിച്ചാൽ അവൻ ഈമാനിന്റെ മധുരം കിട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി. നമുക്കെപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു മധുരം തോന്നിയോ? ഇന്നിപ്പോൾ നിങ്ങളൊക്കെ ഇശാ നിസ്കരിച്ചതല്ലേ? നിസ്കാരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടേസ്റ്റ് തോന്നിയോ? ഒരു മധുരം തോന്നിയോ? നിങ്ങൾ പറയാ വിവേ തോന്നിയോ? നിങ്ങൾ പറയും തോന്നിയോ? എന്തൊരു രസമാണ്, ഓ അങ്ങനെ നമുക്ക് തോന്നിയോ ഇശാ നിസ്കരിച്ചപ്പോ? ഒന്ന് മറുപടി പറയും, തോന്നിയോ? ഒരാളെങ്കിലും എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തെ സ്റ്റേജിൽ ഇരുത്തണം. കാരണം അയാളാണ് ഖുത്ബുസ്സമാൻ. ഈ കാലഘട്ടത്തിൽ ഖുത്ബുസ്സമാൻ അദ്ദേഹമായിരിക്കും. കാരണം നമുക്ക് കിട്ടണില്ല മുഅ്മിനീങ്ങളെ. നമ്മൾ ഇശാ നിസ്കരിക്കുന്നു, സുബഹി നിസ്കരിക്കുന്നു, ഒക്കെ അങ്ങനെ സലാം വീട്ടുന്നു. ഒരു കടമ അല്ലേ? എപ്പോഴെങ്കിലും നമ്മളത് ആലോചിച്ചോ? ഒരു സുഖം കിട്ടുന്നില്ലല്ലോ. ഈമാനിൻ്റെ ഒരു ടേസ്റ്റ്, മധുരം, അത് ലഭിച്ചവരാണ് ആരിഫീങ്ങള്, അഹ്ലുസുന്നയുടെ നേതാക്കന്മാര്, സമസ്തയുടെ സാരഥി. അതെങ്കിലും ലഭിച്ചാൽ പിന്നെ ദുനിയാവൊന്നൊരു പ്രശ്നമല്ല ഹബീബേ. ഇൻ കുന്തും മുഅ്മിനീൻ അൻതുമുൽ അഅലൗൻ. അത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് ലഭിക്കണമെങ്കിൽ അല്ലാഹനെ സ്നേഹിക്കണം എന്നാ. ഞാനൊരു ഉദാഹരണം പറയാം. ഏതു പ്രതിസന്ധി വേളയിലും തകരാതിരിക്കാൻ മഹാനായ കാളമ്പാടി ഉസ്താദ് ഉണ്ടാകും. ഇവിടെ ഒരു ലിസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരികയായിരുന്നു. ഇതൊരു അറ്റാച്ച്മെൻ്റാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൻ്റെ ഒരു വ്യാഖ്യാനം പോലെയാണ് അവിടുത്തെ ജീവിതം. അവിടുത്തെ 2 മക്കൾ മരിച്ച വാർത്ത അറിയുമ്പോ
ഒരുപക്ഷെ സിദ്ദീഖ് ഫൈസി അടക്കമുള്ളവർ ജാമിയയിൽ പഠിക്കുന്ന ഒരു ടേമിലാണത്. മലപ്പുറം ജില്ലയിലെ നഗരവീതിയില് ശൈഖുനയുടെ 2 മക്കൾ മരിച്ചു. 2 പെൺകുട്ടികളാ. 20 വയസ്സിന്റെ താഴെയുള്ള 2 പൊന്നോമന മക്കള്. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ സ്വപ്നം നെയ്ത് കാത്തിരിക്കുന്നവര് ആ പിതാവിന്റെ അരികിൽ വന്നിട്ട് മരണവാർത്ത അറിയിക്കുമ്പോ അതെ മിനശ്ശക്കിലൽ യഖീൻ ലാ തജ്ലിസൂ ഇൻദ കുല്ലി ആലിം ഇല്ലാ അലാ ആലിക്. എല്ലാവരെയും നിങ്ങൾ നേതാക്കന്മാരാക്കല്ലേ, എല്ലാവരെയും നിങ്ങൾ പണ്ഡിതന്മാരാക്കല്ലേ. ഒരു പണ്ഡിതന്മാരെ ഒഴികെ യദ്ഉകും മിനൽ ഖംസി ഇലൽ ഖംസ്. 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് നിങ്ങളെ അവർ നയിക്കും. ഈ വയലിന്റെ ഇടവേളയിൽ ഈ ഹദീസ് 5 ആൾക്കാർ ഞാൻ ഇടയിൽ പറഞ്ഞു പോകും. അതിലാദ്യത്തത് പറഞ്ഞത് യദ്ഉകും മിനശ്ശക്കി ഇലൽ യഖീൻ. സംശയത്തിൽ നിന്ന് യഖീനിലേക്ക് നയിക്കും. ഉറപ്പുള്ളവരായിരിക്കും അവർ. അത് സുലൂക്കിന്റെ രാജപാതയിലെ ഉറപ്പാ. കാളമ്പാടി ഉസ്താദ് തരിച്ചുപോയില്ല. മലപ്പുറം ജില്ലയിലെ ഓടുമേഞ്ഞ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ചാരുകസേരയിൽ ആ മനുഷ്യൻ നീണ്ടു നിവർന്ന് കിടക്കുകയാ. പുരുഷാരമതാ ഒഴുകി വരികയാ. മഹാനായ പണ്ഡിതന്റെ വീട്ടിലേക്ക് 2 മക്കളെ മലപ്പുറത്തെ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. അതേ സഹോദരങ്ങളെ, കണ്ണ് കടലായില്ല, കണ്ണ് നിറഞ്ഞിട്ടില്ല. നമ്മളാണെങ്കിൽ തളർന്നു പോകില്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് അട്ടഹാസം മുഴങ്ങില്ലേ? 18ഉം 20ഉം വയസ്സുള്ള 2 മക്കള് മരിച്ചുപോയി എന്ന വാർത്ത കേൾക്കുമ്പോ കല്യാണ വണ്ടിയാണ്, കല്യാണത്തിന് പോകുന്ന വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ആ മരണ വാർത്ത കേട്ട് തളർന്നു പോകില്ലേ? കാരിരുമ്പിന്റെ കരുത്തുള്ള സമസ്തയുടെ സായൂജ സാരഥ്യമായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ് കാലം കാത്തുവച്ച ക്രാന്തദർശിയായ മഹാപണ്ഡിതൻ ചാരുകസേരയിൽ കിടക്കുമ്പോഴാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഇറങ്ങി വരുന്നത്. കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടി പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലേ മശൂറ് പെറ്റ കൊടപ്പനക്കൽ തറവാട്ടിലെ പൂക്കോയാന്റെ പൊന്നുമോൻ ഇറങ്ങി വരികയാണ് വീടിന്റെ ഉള്ളിലേക്ക്. ആയാസപ്പെട്ട് എഴുന്നേറ്റ് നിന്ന കാളമ്പാടി ഉസ്താദ് തങ്ങളുടെ കയ്യെ പിടിച്ചു പറഞ്ഞു, തങ്ങളെ വിഷമമായോ? തങ്ങളെ കുറച്ച് ഇറങ്ങി വരാനുണ്ട് വീട്ടിലേക്ക്. വണ്ടി നേരെ വരില്ല. അതെ, 80 ലക്ഷം ജനങ്ങളുള്ള, 10,000-കണക്കിന് മദ്രസകളുള്ള, 1000-കണക്കിന് അറബി കോളേജുകളുള്ള, 100-കണക്കിന് മസ്ജിദുകളുള്ള ഒരു മഹോപ്രസ്ഥാനത്തിന്റെ അമരനായകന്റെ വീട്ടിലേക്ക് വരാം വഴിയില്ല. പ്രിയപ്പെട്ടവര്, ആയാസപ്പെട്ട് ശിഹാബ് തങ്ങൾ ഇറങ്ങി വന്നപ്പോ അതുവരെ കരയാതിരുന്ന കാളമ്പാടി ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, തങ്ങളെ വിഷമമായോ? തങ്ങളെ ഹബീബേ അവിടെ ഇരുന്നു തങ്ങള്. ആ സമയത്താണ് ഒരു മോളുടെ മയ്യത്ത് കടന്നു വരുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത് മയ്യത്ത് കടന്നു വരുന്നത്. ശിഹാബ് തങ്ങൾ ഫാത്തിഹ വിളിച്ചു. ദുആ കഴിഞ്ഞപ്പോ, പ്രാർത്ഥന കഴിഞ്ഞ് ദുആ കഴിഞ്ഞപ്പോ, എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ അതുവരെ കരയാതിരുന്ന, അതുവരെ വിഷമിക്കാതിരുന്ന കാളമ്പാടി ഉസ്താദ് വിതുമ്പിപ്പോയി. കണ്ണ് നിറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഒരാളല്ലേ വന്നിട്ടുള്ളൂ തങ്ങളെ, ഒരാളും കൂടെ വരാനുണ്ടല്ലോ തങ്ങളെ. ഒന്നിച്ച് ജീവിച്ചവരല്ലേ തങ്ങളെ, ഒന്നിച്ച് കഴിഞ്ഞവരല്ലേ തങ്ങളെ, അവരൊന്നിച്ച് പൊയ്ക്കോട്ടെ തങ്ങളെ, നിങ്ങൾ യാത്ര അയക്കണം തങ്ങളെ എന്ന് മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ് പറയുകയാണ്. അവിടെ ഇരുന്നു പോയി ശിഹാബ് തങ്ങള് രണ്ടാമത്തെ പെൺകുട്ടിയുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ ശിഹാബ് തങ്ങൾ അവിടെ ഇരുന്നു. യഖീനാ ഈമാനിന്റെ
രുചി കിട്ടിയ മനുഷ്യനാണ് ഹബീബ്. പ്രതിസന്ധികളിൽ തളരില്ല, പ്രയാസങ്ങളിൽ തളരില്ല. സമസ്തയുടെ സായൂജ്യ സാരഥ്യങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അല്ലാഹു ഈമാനിന്റെ മധുരം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് കിട്ടിയാൽ മതി ഹബീബെ, പിന്നെ എന്ത് ടെൻഷൻ. അല്ലാഹനെ സ്നേഹിച്ചാൽ അത് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനെ സ്നേഹിക്കാം, അല്ലേ? അതുകൊണ്ടാണ് ബദരീങ്ങൾ അവിടെ വിജയിച്ചത്. അതുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും 14 നൂറ്റാണ്ടുകളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആളുകൾ വിജയിക്കാൻ കാരണമായത് അള്ളാഹുവിനെ പ്രണയിച്ചു എന്നതുകൊണ്ടാണ്. ഇസ്ഫഹാന്റെ കൊട്ടാര ഭിത്തികളിൽ തലയുരുമ്മിക്കരഞ്ഞ ഒരു ഖൈസിന്റെ കഥ അറേബ്യൻ ക്ലാസിക്കിലുണ്ട്, ഇസ്ലാമിക കഥയല്ല. ഐന ലൈല ഐന ലൈല, എൻ്റെ ലൈല എവിടെ എന്ന് പറഞ്ഞു കരഞ്ഞു. എന്നതുപോലെ ദർവേശുകളായി അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അലഞ്ഞു നടക്കുകയായിരുന്നു പടച്ചവനെ തേടി. നമ്മളെവിടെ പടച്ചവനെ തേടിയിട്ടുള്ളത്? നമുക്ക് പടച്ചവനെ ഭയങ്കര പേടിയാണ്. അള്ളാഹു കാരുണ്യവാനാണ് ഹബീബേ. ഒരു സഹോദരൻ ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അള്ളാഹു കാരുണ്യമാണ് ഹബീബേ. നമ്മളെ ശിക്ഷിക്കാനുള്ളവനല്ല തമ്പുരാൻ. ശിക്ഷിക്കും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അള്ളാഹിന്റെ കരുണയുണ്ട്. നോക്കൂ, നരകത്തിൽ നിന്ന് കുറെ ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് കുറെ ആളുകളെ അള്ളാഹു മാറ്റുന്ന ഒരു ദിവസം വരാനുണ്ട്. പാപം ചെയ്തതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് കടക്കും ഹബീബേ. ഖാലിദീന ഫീഹാ അബദാ, ശാശ്വതവാസികളാണ് നരകത്തിലെന്ന് പറഞ്ഞത് അത് പച്ച കാഫിരീങ്ങളെ കുറിച്ചാണ്. അപ്പൊ ലാസ്റ്റ് ഒരാളെ അള്ളാഹു പുറത്തേക്കാക്കും. ഏറ്റവും ലാസ്റ്റ് ഒരാളെ അള്ളാഹു പുറത്തേക്കാക്കും. മഹാത്തമ്മാടി. ഇപ്പൊ ഈ ഗഡിയാറിലൊക്കെ അവൻ കള്ളു കുടിച്ച് നടന്നിരുന്ന ആളാണ്. പകുതി കേട്ടിട്ട് പോണ്ട. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി കള്ളു കുടിച്ചാൽ പ്രശ്നമൊന്നുമില്ല. കാരണം അയാൾ പ്രസംഗിച്ചത് സ്വർഗത്ത് പോവാന്നാ. ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു മൈക്രോ സെക്കൻഡ് പോലും നരകത്തിൽ അള്ളാഹു നമ്മളെ കെടുത്താതിരിക്കട്ടെ. പെട്ടുപോകും ഹബീബ്. ഞാൻ ഇടയില പറയണതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തൊരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അയാൾ എന്തോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എന്തോ ഒരു ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നൊക്കെ ഇത്തിരി വിദ്യാഭ്യാസം ഉണ്ടായാൽ അള്ളാനെ താല്പര്യമില്ല എന്നതായിരുന്നു. ഇപ്പോൾ MBA-ക്കും BBA-ക്കും ഹയർ എഡ്യൂക്കേഷനൊക്കെ പഠിക്കുന്ന ധാരാളം യുവാക്കൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇവിടെ തന്നെ നോക്കൂ, ഇതിൻ്റെ സംഘാടകർ 100 കണക്കിന് ചെറുപ്പക്കാർ. എന്തൊരാവേശമാണ് അവർ. അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. സാലിഹീങ്ങളായ ഇണകളെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഇണകളുള്ളവർക്ക് അള്ളാഹു അതിൽ ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും മാതാപിതാക്കൾക്ക് അള്ളാഹു രോഗശമനം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തൃശ്ശൂരിലെ ദയാ ഹോസ്പിറ്റലിലാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വേണമെങ്കിൽ ആ കാരണം പറഞ്ഞിട്ട് എനിക്ക് മുടക്കാമായിരുന്നു, പക്ഷേ നിങ്ങളെ കാണാൻ കഴിയുന്ന ഒരു ഭാഗ്യം ഓർത്ത് മുടക്കാതിരുന്നു. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. ഈ ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ ദീനിനെതിരായിരുന്നു. പള്ളിയിൽ പോകാറേ ഇല്ല, നിസ്കാരമേ ഇല്ല. അവനൊരു ദിവസം വായിക്കും, നല്ല വായനക്കാരനാണ്. വായിച്ച് കിടന്നുറങ്ങിയത് അതേ തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ച നരകത്തിന്റെ ഭയാനകതകൾ എന്ന് പറയുന്ന പുസ്തകമാ. അത് വായിച്ചു കിടന്നു. അയാൾ നരകത്തെ സ്വപ്നം കണ്ടു. ഭയാനകമായ സ്വപ്നം, അതിൽ കത്തിയാളുന്നത് പോലെയുള്ള സ്വപ്നം. ഇത് ശരിക്കും കണ്ട സ്വപ്നാണ് കേട്ടോ. ചില ആൾക്കാർ പകലുറങ്ങിയാലും മദീനത്ത് പോകണമൊക്കെ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. അല്ല, വെറുതെ കിടന്നുറങ്ങിയാലും മുത്തുനബി വിളിക്കുന്നതൊക്കെ സ്വപ്നം കാണുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. ഇതങ്ങനത്തെ സ്വപ്നമല്ല. ഇവന് ആ കാലത്ത് മതത്തോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആളാണ്. നരകത്തിൽ ഇവൻ വീണതായി ഇവൻ സ്വപ്നം കണ്ടു. ഭയങ്കരമായി അവൻ പേടിച്ചു. ആ ശിക്ഷ ശരിക്കും അവൻ അനുഭവിച്ചു സ്വപ്നത്തിൽ.
അങ്ങനെയാണല്ലോ നമ്മളും സ്വപ്നം കണ്ട് ചിലപ്പോൾ രാത്രി എഴുന്നേറ്റ് ഓടും അല്ലേ? കത്തിയേറ്റൊക്കെ ഒരാൾ വരുന്നു എന്ന് കണ്ടാൽ ഇഫക്റ്റീവാണ് സ്വപ്നം. പാതിരാത്രിയിൽ അവൻ എഴുന്നേറ്റു. ചെറുപ്പക്കാരാ, അവൻ എഴുന്നേറ്റിട്ട് എന്താ ചെയ്തതെന്നറിയോ? അള്ളാഹുവിന്റെ നരകത്തിന്റെ ഭയാനകത അനുഭവിച്ച അവൻ എന്തു ചെയ്തു എന്ന് പരീക്ഷിക്കാൻ അടുക്കളയിലേക്ക് പോയിട്ട് അടുപ്പിൽ തീ ഞെരിച്ചു, വിറക് വെച്ച് മണ്ണെണ്ണ ഒഴിച്ചു കത്തിച്ചു. ആളി കത്തുന്ന തീ കണ്ടപ്പോ അവൻ തന്റെ വലത്തെ കയ്യെ അടുപ്പിൽ വെച്ചു. ഹബീബേ, ഉരുകുന്ന തീയില് അവന്റെ മുട്ടിന്റെ താഴെ മുഴുവൻ അങ്ങ് ഉരുകിപ്പോയി. അവൻ നിലവിളിക്കാൻ തുടങ്ങി, അല്ലാഹുവേ, നരകത്തിന്റെ ചൂടല്ലാ. അത് പറഞ്ഞ അവൻ കരഞ്ഞുകൊണ്ടിരുന്നത് മാതാപിതാക്കൾ എഴുന്നേറ്റ് വന്നപ്പോ പൊന്നുമോന്റെ കൈയുരുകിപ്പോയിട്ടുണ്ട്, തോലടർന്നു പോയി അസ്ഥി കാണുന്നത് പോലെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവനെ അഡ്മിറ്റ് ചെയ്തു. 2 മാസക്കാലം പലപ്പോഴും അവന് ബോധം വന്നില്ല. ബോധം വരുമ്പോഴോ അവൻ വിളിച്ചു പറഞ്ഞു, അല്ലാ, നരകത്തിന്റെ ചൂട് റബ്ബേ. പിന്നെ ഒരക്ഷരം പറയാറില്ല, ഒരാളോടും മിണ്ടാറില്ല. 2 മാസത്തെ ചികിത്സക്ക് ഏതാണ്ട് മാറിയപ്പോ അവനെ തിരിച്ചു കൊണ്ടുവന്നു വളാഞ്ചേരിയിലെ ഗ്രാമത്തിലേക്ക്. അവൻ നേരെ പള്ളിയിലേക്ക് ഓടി. പള്ളിച്ചെരുവിൽ കുത്തിയിരിപ്പായി, ഒരാളോടും മിണ്ടാതെ ഇരിക്കുകയാണ്. ഹബീബേ, ദിവസങ്ങൾ കടന്നുപോയി. അവൻ വീട്ടിലേക്ക് മടങ്ങുന്നില്ല. ബാപ്പ പോയി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. 3 നേരവും ഭക്ഷണം കൊടുക്കും. ജമാഅത്തിൽ പങ്കെടുക്കും. അവൻ പള്ളിച്ചെരുവിലിരിക്കും. ഒരാളോടും മിണ്ടാറില്ല. എപ്പോഴും ഒരേ മന്ത്രമാണ്, അല്ലാഹുവേ, നരകത്തിന്റെ ചൂട് റബ്ബേ. ഇത് മാത്രമാണ് പറച്ചില്. 1001 രാവുകളിലെ അറബിക്കഥയല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ നടന്നതാ ഹബീബേ. 1 മാസം പിന്നിട്ടപ്പോ അവനെ കാണാതെയായി. മലപ്പുറം ജില്ല മുഴുവൻ പരതി നോക്കി, കണ്ടില്ല. കേരളം മുഴുവൻ പരതി, കണ്ടില്ല. എത്രയോ അന്വേഷണം നടത്തി, കണ്ടില്ല. മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. എന്നോ ഒരു നാളിൽ ഒരാൾ വന്നു ഉപ്പയോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ പോലെ തോന്നുന്ന ഒരാൾ അങ്ങ് ദൂരെ അജ്മീർ ഷെരീഫിൽ ഞങ്ങൾ കണ്ടു, അജ്മീറിൽ കണ്ടു എന്ന വാർത്ത കേട്ടപ്പോ വാപ്പയും അമ്മാമനും കൂടി വണ്ടി കയറി ഖാജാ ഗരീബ് നവാസിന്റെ തിരുഹളറത്തിൽ. അവിടെ അവര് പരതി നോക്കി. ഹബീബേ, ഖവാലിയുടെ സംഗീതം മുഴങ്ങുന്ന ദർവേശുകളുടെ സദസ്സിൽ കണ്ടില്ല. അതെ, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി വന്നു എന്ന് പറയുന്ന കുന്നിന്റെ മുകളിൽ നോക്കി, കണ്ടില്ല. അജ്മീറിന്റെ ഗല്ലികളിൽ നോക്കി, കണ്ടില്ല. അജ്മീർ ഖ്വാജായുടെ മകൻ കിടന്നുറങ്ങുന്ന ബാവ സൽവാർ അവിടെ പരതി നോക്കി, കണ്ടില്ല. ആയിരക്കണക്കിന് സുഗതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന താരാഗഡ് എന്ന് പറയുന്ന ഒരു കുന്നിന്റെ താഴ്വരയുണ്ട്. അവിടെ പോയി നോക്കി, കണ്ടില്ല. പിറ്റേന്ന് നിരാശപ്പെട്ട് നിൽക്കവേ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഗരീബ് നവാസിന്റെ മഖ്ബറ തുറന്നപ്പോ അതാ ഒരാൾ ഓടി വരികയാ. ജട പിടിച്ച തലമുടിയാണ്, കേറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ്, കുഴിയിലാണ്ട കണ്ണാണ്, നെഞ്ചോളം നീണ്ടു കിടക്കുന്ന തടിരോമങ്ങളാ. ഉപ്പാക്ക് മനസ്സിലായി തന്റെ പൊന്നുമോനാണ് വരുന്നത്. അവൻ മസാറിന്റെ മുമ്പിൽ വന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാ, നരകത്തിന്റെ ചൂട് റബ്ബേ, സഹിക്കാൻ പറ്റണില്ല റബ്ബേ. ബാപ്പാക്ക് മനസ്സിലായി തന്റെ മകനാണ്. അടുത്തു പോയിട്ട് വിളിച്ചു, മോനെ. പക്ഷേ അവൻ നോക്കുന്നില്ല. രണ്ടാമതും വിളിച്ചു, നിന്റെ ഉമ്മച്ചി കാത്തിരിക്കുന്നു മോനെ. മിണ്ടുന്നില്ല. മൂന്നാമതവന്റെ കയ്യിൽ പിടിച്ചപ്പോ ഉപ്പയുടെ കൈ തട്ടി. അതെ, അജ്മീറിന്റെ ഗല്ലികളിലേക്ക് അവൻ ഓടി മറഞ്ഞു. പിന്നെ കണ്ടിട്ടില്ല. ഗഡിയാറുകാരെ, നിങ്ങൾ എന്തെങ്കിലും സുൽത്താനുൽ ഹിന്ദിന്റെ മഖ്ബറ കാണുമ്പോ, അജ്മീർ ദർഗയിൽ പോകുമ്പോ നിങ്ങൾ ഈ മനുഷ്യനെ കണ്ടാൽ
ഇന്നത്തെ രാത്രിയും ഇന്നത്തെ സദസ്സും നിങ്ങൾ മറന്നു പോകരുത്. ഞാനത് പറയാൻ കാരണം നരകത്തിന്റെ അദാബ് ശക്തമാണ്. അത് നിസ്സാരമായി കരുതണ്ട. അത് ചെറുതാണെന്ന് ബഷീർ ഫൈസി പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സ്വർഗത്തിലേക്കാക്കുമെന്നാണ്. അവനതാ പുറത്തേക്ക് ചാടി 1, 2, 3 മരങ്ങൾ അല്ലാഹു തണുപ്പിട്ട് നൽകിയിട്ട് അവസാനം അവനെ സ്വർഗത്തിലേക്ക് അല്ലാഹു മാറ്റുമെന്നും മുഹമ്മദ് മുസ്തഫ. ഹബീബിങ്ങളെ, എത്ര കാരുണ്യവാനാ നമ്മുടെ തമ്പുരാൻ, എത്ര വാത്സല്യമുള്ളവനാ നമ്മുടെ തമ്പുരാൻ, എത്ര സ്നേഹനിധിയാ നമ്മുടെ തമ്പുരാൻ. ഈ പടച്ചോനെയാണോ നമ്മൾ അവഗണിക്കുന്നത്? പേടിച്ചടുക്കുന്നതിനേക്കാൾ സ്നേഹം കൊണ്ടടുത്താൽ നമുക്ക് തീവ്രത കൂടും ഹബീബേ. സുബഹി നിസ്കാരത്തിന്റെ ബാങ്ക് മുഴങ്ങിയ പിന്നെ പുതപ്പിന്റെ ഉള്ളിൽ നമ്മൾ കിടക്കൂല. കാമുകിയുടെ വിളിയാണ്, കാമുകിയുടെ മെസ്സേജ് വാട്സപ്പിൽ വരുമ്പോ അതിനെന്തോ ഒരു സുഖമാ. ഫേസ്ബുക്കിൽ അവരുടെ കമന്റ് വരുമ്പോ അതിനെന്തോ ഒരു രസമാ. ഒന്ന് വരുമോടാ എന്ന് വിളിച്ച് മെസ്സേജ് അയച്ച ഏത് തിരക്കിലും ബൈക്കിൽ കയറി ഓടൂല്ലേ, നമ്മൾ ഓടൂല്ലേ? ഇതാ അല്ലാഹു എന്ന കാമുകി നമ്മെ വിളിക്കുകയാണ്. വരൂ പൊന്നുമോനെ വാ. പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്സലാ എന്ന് വിളിക്കുന്നത് കാമുകയുടെ വിളിനാഥമാ. അങ്ങനെ ഓർത്താൽ പിന്നെ കിടക്കുമോ നമ്മൾ? ബാറിൽ കയറിയിരിക്കുമ്പോ ഗ്ലാസ് മുമ്പിൽ നുരയുമ്പോ അല്ല കൽബിലിരുന്നിട്ട് മോനെ ഞാനല്ലടാ നിന്നെ സ്നേഹിക്കുന്നത്, വേണ്ടടാ പൊന്നെ എന്നല്ല പറഞ്ഞ നമ്മൾ ആ ഗ്ലാസ് വെച്ച് പോരൂല്ലേ ഹബീബേ? വ്യഭിചാരശാലയുടെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിലെ അല്ലാ, സ്നേഹമുള്ള അല്ലാ നമ്മൾ ഓർക്കുകയാണ്, പടച്ചോൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന അല്ലാഹ്ക്ക് ഇത് ഇഷ്ടമില്ല എന്നോർത്താൽ തിരിച്ചു മടങ്ങൂലേ പൊന്നുമോനെ? സിനിമാ തിയേറ്ററിന്റെ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോ അല്ലാ എന്നെ സ്നേഹിക്കുന്നവനാ, അവനിഷ്ടമില്ല എന്നോർത്താൽ മടങ്ങി വരില്ലേ പൊന്നുമോനെ? മൊബൈൽ ഫോണിന്റെ ലാപ്ടോപ്പിന്റെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് www. എന്നടിക്കുമ്പോ പടച്ചോൻ എന്നെ സ്നേഹിക്കുന്നവനാ, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നവരാ. അവർ രണ്ടും കൽബിലുണ്ട്, അവരെന്നെ കാണുമല്ലോ എന്നോർത്താൽ പേടിയേക്കാൾ കൂടുതൽ സ്നേഹം കൊണ്ട് തിരിച്ചു വരൂല്ലേ ഹബീബേ? പേടിക്കാൻ അല്ലാഹ് അടുത്തില്ല. വാപ്പ ഉമ്മ റൂമിൽ മുട്ടിയാൽ അത് മാറ്റുന്നത് പേടി കൊണ്ടല്ലേ? വാപ്പ പോയാൽ വാതിലടച്ചാൽ പിന്നെ കാണുന്നത് പേടിയില്ലാത്തത് കൊണ്ടല്ലേ? പേടിക്കുന്നയാൾ അടുത്തു വേണം, സ്നേഹിക്കുന്നയാൾ അടുത്തു വേണ്ട. എത്രയോ മൈലുകൾക്കപ്പുറം ഇരുന്നാലും സ്നേഹം യഥാർത്ഥമാണെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് എതിര് ചെയ്യൂല. അല്ലാഹു കാരുണ്യമല്ലേ? എന്തിനാ ഹബീബേ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ തെറ്റ് ചെയ്യുന്നേ? പിന്നെ എന്തിനാ അല്ലാഹ്ക്ക് എതിര് ചെയ്യുന്നേ? ഈ രാത്രിയിൽ ഒന്ന് മാറുമോ? ഈ രാത്രിയിൽ നിങ്ങളൊന്ന് മാറാൻ ശ്രമിക്കുമോ? അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് കണ്ടോ, മഹാത്തമ്മാടിയായ മനുഷ്യനെ അല്ലാഹു 3 മരത്തിന്റെ തണുപ്പ് നൽകുകയാ, നരകത്തിൽ നിന്ന് മോചനം നൽകുകയാ, സ്വർഗത്തിലേക്ക് അവനെ കടത്തിയിരുത്തുകയാ. സ്വർഗത്തിലെ ആഡംബരങ്ങൾ കാണുമ്പോ മരതകവും ഗോമേതകവും വജ്രവും വൈഡൂര്യവും പവിഴവും മുത്തും സ്വർണവും വെള്ളിയും പതിച്ച സ്വർഗത്തിലെ കമനീയമായ അലങ്കാരം കാണുമ്പോ, കുണുങ്ങിയൊഴുകുന്ന അരുവികൾക്കരികിലിരുന്ന് പോയിരിക്കുമ്പോ കളകളാരവം മുഴക്കി ഒഴുകുന്ന നദിയുടെ കുഞ്ഞോളങ്ങളെ കാണുമ്പോ, കൊട്ടാരങ്ങൾ കാണുമ്പോ, സ്വർഗത്തിലെ പൂന്തോപ്പുകൾ കാണുമ്പോ, സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങളുടെ കമനീയത കാണുമ്പോ, സ്വർഗത്തിലെ കള്ളിന്റെ പുഴയും അതേ തേനിന്റെ പുഴയും പാലിന്റെ പുഴയും പതഞ്ഞൊഴുകുന്നത് കാണുമ്പോ രമിച്ചിരിക്കുന്ന അവനോട് അല്ല ചോദിക്കുകയാണ്, മോനെ അയുർദീക അന്നുതീക ദുനിയാ വമിത്ലഹാ മഅ.
നിനക്കിഷ്ടമാണോ മനുഷ്യ സ്വർഗത്തിന് പകരമായിട്ട് ഞാൻ 2 ലോകം തരാ? സ്വർഗത്തിൽ നിന്ന് പോകുമോ? സ്വർഗത്തിന് പകരം ഞാൻ നിനക്ക് 2 ലോകം തരാം. ഒരു ഗഡിയാറല്ല, ഒരു വിട്ലയല്ല, ഒരു ബദിയെടുക്കയല്ല, ഒരു മംഗലാപുരമല്ല, ഒരു കർണാടകയല്ല, ഒരു ഇന്ത്യയല്ല, ഒരു ഏഷ്യയല്ല. 2 ലോകം ഞാൻ നിനക്ക് തരാം. 2 ലോകം തരാം. ഹബീബേ, നമ്മളോട് വഅദ് കഴിഞ്ഞു പോകുമ്പോ ഒരാൾ പറയുകയാണ്, 5 സെന്റ് സ്ഥലം ഞാൻ നിനക്ക് വീട്ടിലയിൽ തരാം, ഗഡിയാറിൽ തരാമെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയുമോ? ഞാൻ പറയുമോ? നിങ്ങൾ പറയുമോ? ഇല്ലല്ലോ. എന്നാൽ 5 സെന്റല്ല, 100 സെന്റല്ല, 2 ലോകം തരാമെന്ന അല്ലാഹ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു, അല്ലാഹുവേ, നീ എന്നെ കളിയാക്കല്ലേ റബ്ബേ, നീ എന്നെ പരിഹസിക്കല്ലേ റബ്ബേ, ഞാനൊരടിമയല്ലേ നാഥാ. ഈ വാക്ക് കേൾക്കുമ്പോ അല്ലാഹു ചിരിച്ചു.